നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ നടുവേദന എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ചെറുപ്പക്കാർക്ക് വരെ എല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കാര്യം. ഇത് വാതത്തിൻ്റെ ലക്ഷണമാവുന്ന ഒരു കാര്യമാണോ? നടുവേദനയുടെ ഏറ്റവും സാധാരണമായിട്ടുള്ള കോസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ബാക്ക് പെയിൻ, അതായത് നമ്മുടെ പോസ്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയ്ക്കനുസൃതമായിട്ട് അതിനനുയോജ്യമല്ലാത്ത പോസ്റ്റർ ഫോളോ ചെയ്യുന്നതിനകത്ത് വെയിറ്റ് എടുക്കുന്ന, ഒത്തിരി വെയിറ്റ് വരുന്ന രീതിയിലൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ മെക്കാനിക്കൽ സ്ട്രെസ്സാണ് നടുവേദനയുടെ ഏറ്റവും സാധാരണമായിട്ടുള്ള കാരണം. ഒരു 90% നടുവേദന ഈ കൂട്ടത്തിൽ തന്നെ പെടുന്നതാണ്. 90-95% നടുവേദന ഈ കൂട്ടത്തിൽ തന്നെ പെടുന്നതാണ്. എന്നാൽ 5% നടുവേദനകൾ വാദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നട്ടല് വാദം എന്ന് പറയുന്ന അസുഖമുണ്ട്. നമുക്കതിനെ ഇംഗ്ലീഷിൽ ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് വിളിക്കും. ഈ ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിൽ കാണുന്ന ഒരു വാദമാണ് ഈ ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ്. അതിൻ്റെ ഒരു കാതലായ ലക്ഷണമാണ് ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സന്ധിവാതവുമായി ബന്ധപ്പെട്ട ഒരു നടുവേദനയും അല്ലാത്തതും ഇത് തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മാർഗങ്ങളുണ്ട്. അത് റൊമറ്റോളജിയിൽ ഒരുമാതിരി എല്ലാ അസുഖത്തിൻ്റെയും രോഗനിർണയം ആരംഭിക്കുന്ന രോഗലക്ഷണങ്ങളിൽ നിന്ന് തന്നെയാണ്. രോഗലക്ഷണങ്ങൾക്ക് പുറകെ പോയി തന്നെയാണ് രോഗനിർണയം ആരംഭിക്കുന്നത്. അപ്പം ഈ നട്ടല് വാദമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നടുവേദന നമ്മൾ മെഡിക്കൽ ടേമായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ എന്ന് പറയും. മറ്റ് വേദന നമ്മൾ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയും. ഇപ്പോൾ ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ എന്ന് പറയുന്നത് അതിന് കുറച്ച് കാതലായ ഫീച്ചേഴ്സുണ്ട്. അത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള നടുവേദന, അത് ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ നട്ടല് വാദത്തിൻ്റെ ആരംഭമായിരിക്കും. പ്രത്യേകിച്ചും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടുവിൽ വരുന്ന പിടുത്തം, എണീറ്റ് ഉടനെ കട്ടിൽ നിന്ന് എണീക്കാൻ പറ്റാതെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കിടക്കേണ്ടി വരുന്ന സാഹചര്യം, അതും ഈ നട്ടല് വാദം അഥവാ ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസിൻ്റെ ഒരു ഇൻഫ്ലമേറ്ററി അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ്റെ ലക്ഷണമാകാം. പിന്നെ ഈ 2 ബട്ടക്സിന് മാറി മാറി വരുന്ന വേദന, പിന്നെ നടുവേദനയോടൊപ്പം മറ്റ് ജോയിൻസിൽ വരുന്ന വേദന, അല്ലെങ്കിൽ കണ്ണിൽ വരുന്ന നീർക്കെട്ട്, അത് ഈ ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ഈ കണ്ണിൽ വരുന്ന നീർക്കെട്ട്, യുവൈറ്റിസ് എന്ന് പറയും നമ്മൾ. അപ്പോൾ ഇങ്ങനെ വരുന്ന നടുവേദനകൾ ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ നട്ടലുവാദത്തിൻ്റെ ലക്ഷണങ്ങളാകാം. ഇങ്ങനെയുള്ള ഈ നടുവേദനകൾ മറ്റ് നടുവേദനയിൽ നിന്ന് പിന്നെ രോഗലക്ഷണങ്ങൾക്ക് പുറമേ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഈ കൂട്ടർക്ക് പലപ്പോഴും ESR, CRP തുടങ്ങിയ രക്തപരിശോധനകൾ നോക്കുകയാണെങ്കിൽ അത് വളരെ അധികരിച്ചിരിക്കുന്നതായിട്ട് കാണാം. അതിപ്പോൾ മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസ് പോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം, അങ്ങനെ ഒരു ഇത് തന്നെയാണോ ഈ കാര്യം? ഇതിനകത്ത് ഈ ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ജനതികമായിട്ടുള്ള ഘടകം വളരെ സ്ട്രോങ് ആണ്. ഒരു ജീൻ, അതായത് HLA-B27 എന്ന് പറയുന്ന ഒരു ജീൻ ഈ നട്ടല് വേദന വരുന്ന ഈ നട്ടല് വാദം വരുന്ന ആൾക്കാർക്ക് വളരെ സാധാരണ 95% ആൾക്കാർക്കോളം ഈ ജീൻ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. ആ ജീൻ ഉള്ളവർക്ക് ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് ജനതികമായ ഘടകം കുറച്ചുകൂടെ സ്ട്രോങ്ങറാണ്. പിന്നെ മറ്റ് വാദങ്ങൾക്ക് പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ്, സ്മോക്കിംഗ് ഇതിനും ഒരു റിസ്ക് ഫാക്ടറായിട്ട്, ഈ ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസിൻ്റെ തീവ്രതയ്ക്ക് ഒരു റിസ്ക് ഫാക്ടറായിട്ട് പറയാറുണ്ട്. പിന്നെ ചില ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ച് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ആമാശയത്തിൽ വരുന്ന ചില ഇൻഫെക്ഷൻസൊക്കെ ഇതിന് കാരണമായിട്ട് പറയാറുണ്ട്. ഇത് പുരുഷന്മാരിലാണ് കൂടുതൽ, അങ്ങനെയുണ്ടോ? സാധാരണ ഒട്ടുമിക്ക നമ്മുടെ ഓട്ടോഇമ്യൂൺ സന്ധിവാത രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ നമ്മൾ സ്ത്രീകളിലാണ് കൂടുതൽ എന്നാണ് പറയുന്നത്. പക്ഷേ അതിനൊരു മേജർ എക്സെപ്ഷനാണ് ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ്. ഇത് പുരുഷന്മാരിൽ സ്ത്രീകളെക്കാളിലും 3 മുതൽ 8 തവണ വരെ കൂടുതൽ ഫ്രീക്വൻ്റ് ആണ്. അപ്പം അതായത് ഇത് എഫക്റ്റ് ചെയ്യുന്ന മെജോറിറ്റി ഒരു ടിപ്പിക്കൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു അറൗണ്ട് 20 to 40 year old മെയിൽ, അങ്ങനത്തെ ആൾക്കാണ് ഇങ്ങനൊരു അസുഖം വരാനുള്ള ചാൻസ് കുറച്ചുകൂടി. ചെറിയ പ്രായത്തിലും വരാം. ചെറിയ പ്രായത്തിലും വരാം.